ഗോമതി, നീ ഇതുപോലെ ഒരു ഇരിപ്പിരുന്നാൽ എങ്ങനെ ഇരിക്കും? അയ്യ, പെണ്ണകത്ത് കിടന്ന് ഉറങ്ങുന്നു. അല്ല, നിനക്ക് ഇന്ന് ഇച്ചിരി ചേല കൂടിയതുപോലെ ഉണ്ടല്ലോ. തോന്നും. അതെ, ഇന്ന് കുറച്ച് കൂടുതലാകത്തുള്ളതുകൊണ്ട് തോന്നുക. പെണ്ണിന് പ്രായമായപ്പോഴാ ഉള്ളിൽ തീ. ഇനിയും കുറെ പൊന്ന് കരുതണം. നിങ്ങൾക്ക് ആവാ ചിന്തയൊന്നുമില്ലല്ലോ. ആരാണ് ഈ പറഞ്ഞത് എനിക്ക് ആവാ ചിന്തയൊന്നുമില്ലെന്ന്? ഞാൻ നോക്കിയേ, ഞാൻ അവളുടെ പേര് ഒരു ചിട്ടി ചേർന്നിട്ടുണ്ട്. അത് നിനക്കറിയാമോടി മൂദേവി? അതെ, സതകുഞ്ഞിന്റെ കത്തുവല്ലം വന്നു. ഇന്ന് വരുമെന്ന് നിരീക്ഷിച്ചു, കണ്ടില്ല. നാളെ വരുമായിരിക്കും. ഇത്തവണത്തെ കത്തൂടെ ആവുമ്പോൾ 4 കയ്യാലെ സതകുഞ്ഞ് സമ്മതിക്കും വീട് വിറ്റോളാൻ. ആ മുസ്ലിയാർക്ക് വിറ്റാലേ 500 രൂപ കമ്മീഷൻ തരാൻ നിന്നോട് പറഞ്ഞതാ. അത് നിനക്കറിയാമോ? എന്താ ഈ ഒച്ച വെക്കുന്നേ? നീ പോയി നോക്കി. എന്താ കാര്യം? എനിക്ക് വയ്യ, നിങ്ങളൊന്ന് പോയി നോക്കിയേ. എന്താ കാര്യം ഒന്ന് പറ. വെളിച്ചപ്പാടിന് ചേട്ടവൻ നിൽക്കുന്നു. വാസു? അതെ, വാസു. സ്വാമിയെ മനസ്സിലായില്ല. എന്നെ വാസുന് മനസ്സിലായോ? കണ്ടതായിട്ട് ഓർമ്മിക്കുന്നില്ല. നല്ലതുപോലെ സൂക്ഷിച്ചു നോക്ക്. എന്നെ വാസു തോളിലിരുത്തി ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഞാൻ വാസുവിന്റെ മടിയിലിരുന്ന് ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ മറന്നിട്ടില്ലല്ലേ? ഇതൊക്കെ എന്റെ സ്നേഹിതന്മാരാണ്. നോക്കിയേ, നമ്മുടെ സതകുഞ്ഞ്. അയ്യോ, പിന്നെ അവള് നിങ്ങളെ കണ്ട് പേടിച്ചാലും അടുത്ത് പോയിരിക്കുക. അയ്യോ, ഞങ്ങളിപ്പോ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. കുഞ്ഞാപ്പോൾ വലിയ കനവും പൊക്കമൊക്കെ വെച്ചു പോയല്ലോ. ഇവിടെ ഇരിക്കാനെ കൊണ്ട്. വാസു വിഷമിക്കണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. സ്വാമി ഇരുന്നാട്ടെ. സ്വാമി. വാസു ഒരു നിമിഷം. കുഞ്ഞു വന്നതില് വാസുവിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ വീട്ടിൽ താമസിച്ചിരുന്നവരുടെ അനുഭവം കുഞ്ഞിനും അറിയാവുന്നതാണല്ലോ. ഒക്കെ അറിയാം. അതൊന്നും ഓർത്ത് വാസു വിഷമിക്കണ്ട. ഞാൻ എല്ലാ കരുതലോടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ വീട്ടിൽ താമസിക്കും, പാടത്ത് കൃഷി ഇറക്കും. വാസുവിന്റെ സഹായം വേണമെന്ന് മാത്രം. ഈ വാസുവിനെ കൊണ്ടാവുന്നത്ര സഹായം കുഞ്ഞിന് എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സാറുമാർക്ക് അറിയില്ല. ഈ തടി ഈ കുഞ്ഞിന്റെ വീട്ടിലെ ചോറ. സതകുഞ്ഞിനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഗോമതി? എന്ന് പറഞ്ഞാലെ കൊണ്ട് വള്ളി നിക്കറിട്ട് നടന്ന കാലത്ത് കണ്ടോ അല്ലയോ? എന്റെ കെട്ടിയോളാ. വാസുവിന് എത്ര കുട്ടികളാ? 2 ഉള്ളൂ. 2 പെണ്ണാ. അത് പിന്നെ ഞാൻ പോയി ജാതകം നടത്തി. എഴുതി. എന്തോടി ഗോമതി എന്റെ പേര്? എന്റെ പേര് പോലെ ഇരിക്കലും. വാസൂട്ടമി. വാസു ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. ഒരു ചെറിയ പൂജയുണ്ട്, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുക്കള ശരിയാകുന്നവരെ ഗോമതിയുടെ സഹായം വേണം. അതൊന്നും ഓർത്ത് കുഞ്ഞു വിഷമിക്കില്ല, അതിനൊക്കെ ഞങ്ങളുണ്ട്. അങ്ങോട്ട് നടന്നാലും ഞാൻ താക്കോലെടുത്തിട്ട് പുറകെ വരാം.
ഇവൻ നമ്മുടെ കരികെട്ടി ചെന്ന് വിട്ട ശില്പന്തി അല്ലയോ? അവസരം സാറിന് എവിടെ നിന്ന് ഇവനെ? അല്ല വാസു, പൂജ നടക്കുമ്പോ ഇവൻ പാത്തും പറയും നിൽക്കുന്നതാണ്. എന്നെ കണ്ടപ്പോ ഓടി, ഞാൻ ഓടിച്ചിട്ട് പാപം, നീ എന്തിനാണ് ഇങ്ങനെ പാത്ത് പിടിക്കാൻ വന്നത്? നിനക്ക് നേരെ വന്നിരിക്കരുതായിരുന്നു. അല്ലേലും നിനക്കൊരു കള്ള ലക്ഷണം. സദംകുഞ്ഞിന്റെ വീട്ടിൽ പോയാണേ ഗോമതി നിനക്ക് ഈ ഒരുക്കം എന്ന് പറഞ്ഞ അവിടെ 3-4 ആണുങ്ങളുള്ളതാ. ഇച്ചിരി വീറും വൃത്തിയായിട്ടൊക്കെ ചെന്നില്ലെങ്കിലേ അതിന്റെ കുറച്ചില് നിങ്ങൾക്കാ. രംഗയ്യ എന്താ കറിയാ പെട്ടെന്ന് മടങ്ങിപ്പോയി കളഞ്ഞത്? രംഗയ്യ വളരെ തിരക്ക് പിടിച്ച് മന്ത്രവാദി കണക്കാക്ക. പിന്നെ അപ്പച്ചനെ ഓർത്തിട്ടാ ഞാൻ വിളിച്ചപ്പോ വന്നത്. പോകുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്താ ചപ്പടാച്ചടിക്കുന്നത് കേട്ടല്ലോ. ആ രംഗയ്യ ഈ വീടിനെ പറ്റി പറയുകയായിരുന്നു. മന്ത്രശക്തി കൊണ്ട് രംഗയ്യ മനസ്സിലാക്കിയത് ഈ വീട് വളരെ അശുഭകരമാണെന്നാണ്. എന്ന് വെച്ചാൽ ഇക്കാക്ക ഒരു പറയാം. ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ ജീവൻ വളരെ അപകടത്തിലായിരിക്കും അത്രേ. മനുഷ്യനാശത്തിന് ഉതകുന്ന തരത്തിലുള്ള അപൂർവ ശക്തികൾ ഈ വീട്ടിൽ കുടിയിരിക്കുന്നുണ്ടെന്നാണ് രംഗയ്യ പറയുന്നത്. നാം ഈ വീട്ടിൽ കാലുകുത്തുന്നതിന് മുമ്പ് കേട്ട പട്ടിയുടെ ഓടിയിടലും മാവലിന്റെ ചിറകടിയും ഇക്കാക്ക ശ്രദ്ധിച്ചില്ലേ? അതൊക്കെ വളരെ അശുഭകരങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ താമസിച്ചാലോ? തൽക്കാലം താമസിക്കാതെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. പക്ഷെ അതിനുള്ള പ്രതിവിധിയും രംഗയ്യ തന്നെ ചെയ്തിട്ടുണ്ട്. 3 ഏലസുകൾ ജപിച്ച് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് വേണം നമുക്കത് ധരിക്കാൻ. പിന്നെ അത് ധരിച്ചതുകൊണ്ടായില്ല, അത് ധരിക്കാതെ നാം ആരും പുറത്തു പോകാൻ പാടില്ല. തന്നെയുമല്ല, സന്ധ്യ കഴിഞ്ഞുള്ള സവാരി കഴിയുന്നത് ഒഴിവാക്കിയാണ് നല്ലത് ഇക്കാക്ക. സന്ധ്യ കഴിഞ്ഞ് ഇവിടെ ആരും സവാരി പോവാനാ? അല്ലെങ്കിൽ തന്നെ ഈ പട്ടിക്കാട്ടിൽ സവാരിക്ക് പോയിട്ട് എന്ത് കാണാനാ? അത് നമുക്ക് തോന്നും. പക്ഷെ ജോസഫിന് പട്ടിക്കാടാണല്ലോ ഇഷ്ടം. അവൻ ഈ നായ അലയുന്നത് പോലെ അലഞ്ഞാ മതിയല്ലോ. അവനോട് ഞാൻ പറഞ്ഞോളാം. ആട്ടെ, പൊടിയനവിടെ? എന്തോന്നാ കുഞ്ഞെ വായിലിട്ട് ഇങ്ങനെ പതപ്പിക്കുന്നേ? പേസ്റ്റ്. എന്താ ഗോമതിക്ക് വേണം? അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ടായേ. ഉമിക്കരി ഉപ്പും പൊടിച്ചത് വെച്ചാ ഞങ്ങളൊക്കെ തേക്കുന്നേ. എന്നാലേ പല്ലി വെളുക്കൂ. എന്തോന്നാ ഔസേപ്പൂഞ്ഞ ഇങ്ങനെ ഒഴിഞ്ഞു നോക്കുന്നേ? എന്റെ പേര് എങ്ങനെ അറിയാം? ഒരാളിന്റെ പേര് ഒരു തവണ പറഞ്ഞ ഞാൻ മറക്കൂല. ഗോമതിക്ക് ഇപ്പൊ എത്ര വയസ്സായി? ആര് നോക്കുന്നു കുഞ്ഞെ?
ഒരു 10-35 ആയി കാണും. പക്ഷേ ആ എന്നാ കുഞ്ഞങ്ങോട്ട് മാറി നിന്നാട്ടെ, ചിലപ്പോ മേത്ത് വെള്ളം തെറിക്കും. അതിരിക്കട്ടെ, ഇവിടെ അടുത്തെങ്ങാനും കുളമുണ്ട്, ഒന്ന് മുങ്ങി കുളിക്കാൻ. ഉണ്ടല്ലേ, ഇവിടുന്ന് അരനാഴിക ദൂരേ ഉള്ളൂ പുഴയ്ക്ക്. അവിടെ ഞങ്ങളൊക്കെ കുളിക്കുന്നേ. ഗോമതി എപ്പോഴാ കുളിക്കാൻ പോകുന്നത്? അതറിഞ്ഞ ആ നേരത്തെ ഞാനും വരാം. വിളിക്കുന്നു. ഞാൻ ചോദിക്കുമായിരുന്നു ഇവിടെ അടുത്ത് വല്ല പുഴയോ മറ്റോ ഉണ്ടോ, ഒന്ന് മുങ്ങി എവിടെയാന്ന് പറഞ്ഞു തന്നോ? ഇല്ല, അതിനു മുമ്പ് ഇക്കാക്ക പുഴയിലൊക്കെ പിന്നെ മുങ്ങി കുളിക്കാം. തൽക്കാലം കുളിമുറി പോയി കുളിക്ക്. ആ കറിയും മറ്റേ കാത്തിരിക്കുന്നു. ചെല്ല്.